ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഐൽ ഓഫ് ഫൈറ്റ് ആണ്. ഐൽ ഓഫ് ഫൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫെറി കാത്തിരിക്കുകയാണ് നമ്മൾ. വരുന്ന പ്രയോറിറ്റി അനുസരിച്ച് ലൈൻ ബൈ ലൈനായിട്ട് നിർത്തും. എന്നിട്ട് ടൈം ആകുമ്പോൾ ഓരോരോ ലൈനായിട്ട് അകത്തേക്ക് കയറ്റി വിടുകയാണ്. നമ്മുടെ ടേൺ വന്നിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും പുള്ളി ഓഫ് മൂവ്മെൻറ്റ് തന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഐൽ ഓഫ് ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്. സൗത്ത് കോസ്റ്റ് ഏരിയയിൽ, ഇംഗ്ലണ്ടിലെ സൗത്ത് കോസ്റ്റ് ഏരിയയിലുള്ള ഒരു ഐലൻഡാണ്. ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ദ നീഡിൽസ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ നീഡിൽസ് ഒരു നാച്ചുറലി ഫോം ആയേക്കുന്ന ഒരു മലയാണ്. അത് നീഡിലിൻ്റെ ഫോമിലുണ്ടായതുകൊണ്ടാണ് അതിനെ അങ്ങനെ പേരിട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ സൗത്താംപ്ടണിൽ നിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. റെഡ് ഫാൽക്കൺ എന്ന് പറയുന്ന കമ്പനിയുടെ റെഡ് ഫണൽ എന്ന് പറയുന്ന ഒരു ക്രൂസ് അല്ലെങ്കിൽ ഒരു ഫെറിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. മാക്സിമം നേരത്തെ ബുക്ക് ചെയ്യുക, ടിക്കറ്റ് റേറ്റ് അതിനനുസരിച്ച് കുറഞ്ഞു കിട്ടും. ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫെറിയുടെ ടിക്കറ്റ് റേറ്റും മറ്റ് ഡീറ്റെയിൽസൊക്കെ അവരുടെ തന്നെ വെബ്സൈറ്റിലുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. ടിക്കറ്റ് എടുക്കുമ്പോൾ നേരത്തെ എടുക്കുക, റേറ്റ് കുറഞ്ഞ് കിട്ടും. റെഡ് ഫാൽക്കണിൻ്റെ പാസഞ്ചർ ക്രൂസ് ബോട്ടാണ് ഈ കാണുന്നത്. ഇത് പാസഞ്ചർ ഒള്ളിയാണ്, ഫെറി അല്ല. വണ്ടികളൊന്നുമില്ല, പാസഞ്ചർ ഒള്ളിയാണ്. പിന്നെ ഇത് നമ്മുടെ വിൻമില്ല് പ്രൊപ്പല്ലർ, അതിൻ്റെ ഒരു ലീഫ് കൊണ്ടുവന്നതാണ് ഒരു ഷിപ്പ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. കാറും ബൈക്കും ഡ്രിഫ്റ്റ് ചെയ്യുന്നിട്ടുണ്ട്, ഷിപ്പ് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അതും കാണാൻ പറ്റി. കണ്ടാൽ മനസ്സിലാവും ചെറിയ രീതിയിൽ ചരിയുന്നുണ്ടത്. അങ്ങനെ 1 മണിക്കൂറത്തെ ജേർണിക്ക് ശേഷം നമ്മൾ ഐൽ ഓഫ് ഫൈറ്റ് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഇറങ്ങുന്ന വഴി ഒരു പോസ്റ്റ് കോഡുണ്ട് മുകളിൽ. ആ പോസ്റ്റ് കോഡ് നമ്മൾ പോകുമ്പോൾ ഫോട്ടോ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റിട്ടേൺ ജേർണിക്ക് അത് ആവശ്യമുള്ളതാണ്. ഈ പോസ്റ്റ് കോഡ് ഇട്ടാൽ നമുക്ക് ഈ ഫെറിയിലേക്ക് തന്നെ, ഫെറിയുടെ ആ പോർട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഇതാണ് ആ പോസ്റ്റ് കോഡ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു 45 മിനിറ്റോളം ഡ്രൈവ് ഉണ്ടായിരുന്നു. ആ ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ നീഡിൽസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഐൽ ഓഫ് ഫൈറ്റിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ആക്ച്വലി പറഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പ് പറ്റിയ പ്ലേസ് ഇഫ് യു ആർ ഡ്രൈവിങ്. അല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം ചിലപ്പം വേണ്ടി വന്നേക്കാം. ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കണ്ട് നമുക്ക് മൊത്തം തീർക്കാൻ പറ്റും ഐൽ ഓഫ് ഫൈറ്റ്. ഐൽ ഓഫ് ഫൈറ്റിൻ്റെ ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നീഡിൽസ് അങ്ങ് ദൂരെ നിന്ന് കാണാം. അങ്ങനെ മനോഹാരിത വീഡിയോയിൽ എടുത്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ പാർക്കിങ് 6 പൗണ്ടാണ്. ഓൾ ഡേ പാർക്കിംഗ് ആണ്. ഓൾ ഡേ 6 പൗണ്ടേ ഉള്ളൂ. ആയിരത്തി 1898 മുതൽ 1900 വരെ വയർലെസ് ടെലഗ്രാഫ് സ്റ്റേഷൻ നിന്നിരുന്നൊരു സ്ഥലമാണ് ഈ ഒരു
സ്ലാബ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്പോട്ട്. ടോയ്ലറ്റ്, റെസ്റ്റോറൻറ്റ്, പിന്നെ ഫുഡ് സ്പോട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അതെല്ലാം പാസ് ചെയ്ത് നമ്മൾ പോകുന്നത് മുകളിലേക്കാണ്. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. വാട്ടർ ബോട്ടിൽ കരുതുക. പിന്നെ ബസ് സർവീസും അവൈലബിൾ ആണ്. ഓപ്പൺ ബസ്, അത് 2 പൗണ്ടോ 3 പൗണ്ടോ ആണെന്ന് തോന്നുന്നു. അത് നമ്മൾ യൂസ് ചെയ്തില്ല. നമുക്ക് നടക്കാനാണ് താല്പര്യം തോന്നിയത്. അതുകൊണ്ട് നമ്മൾ നടന്നു. ബസ് സർവീസും ഉണ്ട്. ഇത് നമ്മൾ നടന്ന് മുകളിൽ പോകുമ്പം ഉള്ള വ്യൂ ആണ്. പിന്നെ മുകളിൽ ചെന്നതിന് ശേഷം ഇതാണ് നീഡിൽസിൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ളൊരു വ്യൂ. അത് കഴിഞ്ഞ് നമ്മൾ താഴെ വന്നിട്ട് കേബിൾ ചെയറിൽ കയറി. കേബിൾ ചെയർ അപ്പ് ആൻഡ് ഡൗൺ 9 പൗണ്ടേ ഉള്ളൂ. ആ 9 പൗണ്ട് വർത്താന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം നമ്മൾ ഈ മരങ്ങളുടെ ഇടയിലൊക്കെ പോയി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ ബീച്ചിൻ്റെ ഒരു വ്യൂ ഉണ്ട്. നല്ലൊരു ബ്രെത്ത് ടേക്കിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി വ്യൂ ആണ്. ഒരു മസ്റ്റ് ട്രൈ സാധനം തന്നെയാണ്. നിങ്ങൾ പോകുമ്പം ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. കേബിൾ കാറ് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിത്തിരികയോ അല്ലെങ്കിൽ ഇറങ്ങാൻ വേണ്ടി നിർത്തിത്തിരികയോ ചെയ്യില്ല. ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് ചാടി കയറുക, ചാടി ഇറങ്ങുക, അങ്ങനെ ഒരൊറ്റ കുഴപ്പമേ വരുന്നുള്ളൂ. പക്ഷേ ഇതൊരു നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ബോട്ട് സർവീസ് തീരാറായിരുന്നു. കാര്യം നമ്മൾ കുറച്ച് ലേറ്റായി പോയി. വൈകുന്നേരം 4:30 ആകുമ്പോഴത്തേക്കും ബോട്ട് സർവീസ് ക്ലോസ് ചെയ്യും. പിന്നെ ഈ കേബിൾ ചെയറും ഏകദേശം 4:30-5 മണിയാകുമ്പം ക്ലോസ് ചെയ്യും. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ലാസ്റ്റ് ട്രിപ്പ് ബോട്ട് അവർ ഫുള്ളായി. സോ നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റിയില്ല. ഇതിനെല്ലാം ടിക്കറ്റ്സ് മുകളിൽ അവൈലബിൾ ആണ്. മുകളിൽ ഞാൻ കാണിച്ച റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു സെക്ഷനിൽ, അല്ലെങ്കിൽ ആ ഒരു ഷോപ്പുകൾ നിൽക്കുന്ന ആ ഒരു സെക്ഷനിൽ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, കേബിൾ ചെയർ നിർത്തില്ല, പകരം സ്ലോ ഡൗൺ ചെയ്യത്തേ ഉള്ളൂ. അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ചാടി ഇറങ്ങണം. അതാണിപ്പോൾ കണ്ടത്. അതുപോലെ നമ്മളിപ്പോൾ ചാടി ഇറങ്ങി ആ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ച് പോരുവാണ്. കാര്യം കേബിൾ ചെയർ ഉടനെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അവർ ക്ലോസിങ് ടൈം ആയി വരുന്നു. അതുകൊണ്ട് നമ്മൾ ബീച്ചിൻ്റെ ഭംഗിയൊക്കെ അടുത്ത് നിന്ന് ആസ്വദിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ച് പോരുവാണ്. നമ്മൾ ഫെറി 8:30-ക്കാണ് ബുക്ക് ചെയ്തത്, രാത്രി 8:30-ക്ക്. ഇവിടെ UK സൺസെറ്റ് ലേറ്റായിട്ടായതുകൊണ്ട് നമ്മൾ ആ ടൈം വെച്ചാണ്, സൺസെറ്റിൻ്റെ ടൈം വെച്ചാണ് ഫെറി ബുക്ക് ചെയ്തത്. ഇത് ഫെറി എന്നുള്ള സൺസെറ്റിൻ്റെ വ്യൂ ആണ്. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. സ്റ്റേ ബ്ലെസ്ഡ്.